അമ്പലത്തിലും പോവില്ല, എന്നാൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുക, അതും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കാഴ്ചയിൽ പോലും തോന്നും പക്ഷെ അവർക്ക് ദൈവാധീനം ഉണ്ടെന്നും പറയും. അതെന്തുകൊണ്ടാ? ഇപ്പം അമ്പലത്തിൽ പോകുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പോലും ചിലർക്ക് ദൈവാധീനം വരും. അതിൻ്റെ കാരണം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലെങ്കിലും അവർ പൈസ മുടക്കി ചെയ്യുന്നുണ്ടാവില്ല നല്ല കാര്യങ്ങൾ, പക്ഷെ അവരുടെ വാക്കുകൾ പലപ്പോഴും ദൈവാധീനം ഉണ്ടാക്കുന്നതായിരിക്കും. ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്തു, അത് ദൈവാധീനമുള്ളൊരു കർമ്മ. നേർവഴിക്ക് അയാളെ അയക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ദൈവാധീനമുള്ള കർമ്മ. അയാളെ വഴി തെറ്റിച്ചയച്ചു എന്ന് പറഞ്ഞാൽ അത് ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പം ഒരാളെ നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള ശ്രമമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ദൈവാധീനം വരും. അപ്പോൾ ഈ നമ്മളെ മുൻജന്മ പാപങ്ങളും ദോഷങ്ങളുമാണ് ഇപ്പോൾ ഈ ജന്മത്തിലെ ദൈവാധീന കുറവിന് കാരണം എന്നും സാർ പറഞ്ഞല്ലോ. അതിപ്പോൾ ശാപം പറഞ്ഞു, അത് എത്തരത്തിലുള്ളതൊക്കെ ആയിരിക്കും? ശാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാതൃശാപം. അമ്മയെ വേദനിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക, അതാണ് ഏറ്റവും വലിയ ശാപം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.